വയനാട്ടിൽ ബത്തേരിയിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാനായി രാഹുൽ ഗാന്ധി എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. തിരുനെല്ലി ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട്ടിൽ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കാനിരിക്കുന്നത്. ബത്തേരിയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ പരിപാടി. ഇപ്പോൾ ഹെലികോപ്റ്ററിൽ അദ്ദേഹം പ്രചാരണ പരിപാടി നടക്കുന്ന ഗ്രൗണ്ടിന് സമീപമായി ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് ഗ്രൗണ്ടിലാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പ്രചാരണ പരിപാടി നടക്കുക. ഗ്രൗണ്ടിന് പിറകുവശത്തുള്ള ഹെലിപാഡിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും. തുടർന്ന് സെന്റ് മേരീസ് ഗ്രൗണ്ടിൽ വേദിയിലേക്ക് അദ്ദേഹം എത്തും. രാഹുലിന്റെ വരവും കാത്ത് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ പ്രവർത്തകർ അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ രാവിലെ 9 മണി മുതൽ തന്നെ കാത്തിരിപ്പിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം മുൻപ് നിശ്ചയിച്ചതിലും അല്പം വൈകിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. രാഹുലിനെ സംബന്ധിച്ച് നാമനിർദ്ദേശ പത്രിക കൊടുത്തതിന് ശേഷം വയനാട്ടിൽ നടക്കുന്ന ആദ്യ പ്രചാരണ പരിപാടിയാണ് ബത്തേരിയിലേത്. നേരത്തെ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി, അച്ഛൻ രാജീവ് ഗാന്ധി, അമ്മ സോണിയാഗാന്ധി തുടങ്ങിയവർ വയനാട്ടിൽ ഇതേ വേദിയിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. മറ്റ് സ്ഥാനാർത്ഥികൾക്കായി വോട്ട് അഭ്യർത്ഥിക്കാൻ അവർ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ രാഹുൽ വയനാട്ടിലെത്തുമ്പോൾ അത് തനിക്ക് വേണ്ടി തന്നെ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്. ഇപ്പോൾ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ രാഹുൽ ഗാന്ധി നടന്ന് വേദിക്കരികിലേക്ക് നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകർ മണിക്കൂറുകളായി രാഹുലിനെ കാത്തിരിക്കുകയാണ്. മനു ഭരത് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. മനു, കാത്തിരിപ്പിനൊടുവിൽ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ്. വയനാട് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നത്? മനു, കേൾക്കാമോ? മനു ഭരത്താണ് ബത്തേരി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടി നടക്കുന്ന സ്ഥലത്തുള്ളത്. അല്പസമയത്തിനകം തന്നെ വിവരങ്ങളുമായി മനു ഭരത് ചേരും. മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ രാഹുലിനായി കാത്തിരിപ്പ് തുടങ്ങിയതാണ്. കടുത്ത ചൂടാണുള്ളത്. ആ ചൂടിനെ വകവയ്ക്കാതെയാണ് UDF പ്രവർത്തകർ അവിടെ തമ്പടിച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ ആദ്യ പ്രചാരണ പരിപാടിയാണ്. വോട്ട് അഭ്യർത്ഥിക്കാൻ രാഹുൽ ഗാന്ധി എത്തുന്നു. വലിയ ആവേശത്തിലാണ് UDF പ്രവർത്തകർ. രാഹുൽ എത്തുന്നത് അറിഞ്ഞ് മണിക്കൂറുകൾക്ക് മുൻപേ എത്തി കാത്തിരിക്കുകയായിരുന്നു അവർ. വലിയ രാഹുൽ ഗാന്ധി മലബാറിനെ ആകെ രാഹുലിന്റെ വരവ് ആവേശത്തിലാക്കിയിട്ടുണ്ട് എന്നതായിരുന്നു നേരത്തെ മനു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ആദ്യ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് ഗ്രൗണ്ടിലേക്ക് നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പഴയ സ്റ്റേജ്, അവിടെ ഉണ്ടായിരുന്ന പഴയ സ്റ്റേജ് സുരക്ഷാ പ്രശ്നങ്ങൾ മൂലം ഒഴിവാക്കി രാഹുലിനായി പ്രത്യേകം ക്രമീകരിച്ച സ്റ്റേജിലാണ് ഇപ്പോൾ പരിപാടി നടക്കുന്നത്. മനു ഭരത് അവിടെ നിന്നും ചേരുന്നു. മനു, കാത്തിരിപ്പിനൊടുവിൽ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. എത്രമാത്രം ആവേശത്തിലാണ് അവിടെ UDF പ്രവർത്തകർ? തികഞ്ഞ ആവേശത്തിലാണ് ഈ നാട്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ബത്തേരിയിലുള്ള സെന്റ് മേരീസ് കോളേജിന്റെ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ അദ്ദേഹത്തിന്റെ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം ഈ പൊതുയോഗത്തിന് നടക്കുന്ന വേദിയിലേക്ക് എത്തും. ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ ആണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹെലികോപ്റ്ററിൽ നിന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ വേദിക്ക് അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം